കാറ്റും ഉണ്ട്, നല്ല മഴയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ മനസ്സിലൊരു പൂതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കപ്പയും കുറച്ച് ചട്നി ആയിട്ടൊക്കെ ഒന്ന് അടിച്ചാലോന്ന്. എന്തായാലും നമുക്കിപ്പോ പോയി മേടിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല, നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് ചട്നിയും കപ്പയായിട്ട് കാണാം. ഓക്കെ, കപ്പ എന്ന് പറഞ്ഞതേ കാണിക്കുന്നത് മധുരക്കിഴങ്ങാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ കപ്പയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വന്ന സാധനം മധുരക്കിഴങ്ങാണ്. എന്തായാലും മനം പോലെ മംഗല്യം, ചിറ്റാമ്മയ്ക്ക് മധുരക്കിഴങ്ങ് കഴിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോഴേക്കും ഞങ്ങൾ കപ്പ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. വന്നത് കപ്പ തന്നെയായിരുന്നു, അല്ല മധുരക്കിഴങ്ങായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി ഇനി വെട്ടി അങ്ങോട്ട് പുഴുങ്ങാനിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മു ഇതേ ചട്നിക്കുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുളകും ഉള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് റെഡിയാക്കി ഓണത്തിനിടയ്ക്കുള്ള പുട്ടുകച്ചവടം നടക്കുന്നുണ്ട്. മധുരക്കിഴങ്ങും നമ്മുടെ ചട്നിയും ഒക്കെ അങ്ങോട്ട് റെഡിയായി നല്ല ചൂടോടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നല്ല കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ നല്ല സ്പെഷ്യൽ ചട്നിയും പിന്നെ ദേ നോക്ക് നല്ല കരുവാടി ഫ്രൈയും. പിന്നെ ഇനി എന്തോ വേണം, കുശാലല്ലേ? ഞാൻ ആക്രാന്തപ്പെട്ട് ദേ അങ്ങോട്ട് മധുരക്കിഴങ്ങ് എല്ലാം കൂടെ പിച്ചി എടുക്കുന്നുണ്ട്. പക്ഷെ ചൂട് കാരണം കൊണ്ട് എനിക്ക് തൊടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ അവനെ ഇനി അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളും കൂടെ വായോ. നല്ല ചൂട് ഈ ചട്നി ഇങ്ങനെ അങ്ങോട്ട് വെക്കണം, എന്നിട്ട് വായി വെക്കണം. ഉണക്കമീനുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. അപ്പൊ അതങ്ങോട്ട് വായിൽ വെച്ചപ്പോഴുണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ മഴയാണ്, നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിരുന്ന് അങ്ങോട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചൂട് കപ്പയും അല്ലെങ്കിൽ മധുരക്കിഴങ്ങും എല്ലാം കൂടെ ഞങ്ങളും കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ശരി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.